ഹലോ കൂട്ടുകാരെ, ഞാനിന്നൊരു കാര്യം പറയാൻ വന്നതാണ്. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. എനിക്ക് യൂട്യൂബിനെ കുറിച്ചൊക്കെ വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മാനസികമായിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ മോളാണ് എനിക്ക് യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു തന്നത്. അവളിപ്പോൾ +2 പഠിക്കാനിട്ടാ. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് മുമ്പൊക്കെ കാണുമെന്നുള്ള അല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ തുടങ്ങാൻ തന്നെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പം എന്നോട് ഇങ്ങനെ അവൾ യൂട്യൂബ് തുടങ്ങി തന്നിട്ട് അമ്മ ഇങ്ങനെ പാകം ചെയ്യണേക്കെ എടുത്ത് ഇതിലിട്, അപ്പം നമുക്കൊരു മാനസികമായിട്ടൊരു സന്തോഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇടാൻ തുടങ്ങിയത്. അവൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ എനിക്കൊരു ഹരമായി ഇത്. ഞാനപ്പോൾ ഈ പാകം ചെയ്യണത് രാവിലെ പുട്ടുണ്ടാക്കണതാണെങ്കിലും ചപ്പാത്തി ഇഡലിയൊക്കെ ഉണ്ടാക്കണതാണെങ്കിലും അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു എത്ര പേര് കണ്ട് എന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷയാണല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ മറക്കുകയാണ്. എൻ്റെ വാട്സപ്പിൽ തന്നെ ആണെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ ആകെ 30 പേരെ ആകെ കാണുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാത്തതായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഇതിങ്ങനെ കണ്ട്. ആദ്യമൊക്കെ വ്യൂസ് കുറവായിരുന്നു, 100-150 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഉച്ചയൂണൊക്കെ ഇടാൻ തുടങ്ങിയ പിന്നെ നല്ല വ്യൂസ് കിട്ടി, അതേപോലെ സബ്സ്ക്രൈബേഴ്സും വന്ന് ഇപ്പോൾ ഏതാണ്ട് 4000 അടുക്കാറായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ മോളാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ എഡിറ്റ് ചെയ്ത് തന്ന് ഒക്കെ ഇട്ടിരുന്നത്. പിന്നെ ഞാൻ പഠിച്ചെടുത്ത്, അവൾ ചെയ്യണ കണ്ട് ഞാൻ പഠിച്ചെടുത്ത് ഇപ്പം ഞാൻ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് അതിടും. ആദ്യമൊക്കെ അവൾ സ്കൂളിൽ പോയി വരണവരെ ഞാൻ കാത്തിരിക്കും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഇടാനായിട്ട്. പിന്നെ അവളെല്ലാം പഠിപ്പിച്ചെന്ന് ഇപ്പം എല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ ഈ ഉച്ചയൂണ് ഇട്ടിട്ടാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടിയത്. എല്ലാവരും ഒക്കെ കണ്ട്. എന്നാലും എല്ലാവരും ഇടയ്ക്കൊക്കെ ആൾക്കാർ പറയോട്ടെ, എന്താണ് എപ്പോഴും ഇത് തന്നെ ഇടണം. നമുക്കൊരു മനസ്സിനൊരു സന്തോഷം അത്ര തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും ഇതിന് പറയാനില്ല. ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ആർക്കും ദ്രോഹമൊന്നും ചെയ്യണില്ല, കാണുന്നവർ കാണും. അതാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ വീട്ടിലുണ്ടാക്കണ സാധനങ്ങൾ തന്നെയാണ്, അല്ലാതെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി നമ്മൾ ഒന്നും പ്രത്യേകിച്ച് പാചകം ചെയ്യണില്ല. വീട്ടിൽ എന്തെന്നാണ് ഉണ്ടാക്കണത് അതിൻ്റെ വീഡിയോ എടുത്താണ് നമ്മൾ ഇടണത്. അപ്പം എന്ന് പറഞ്ഞാൽ വലിയ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മൾ ഇപ്പം വീട്ടിലൊരു തേങ്ങാ ചമ്മന്തി അരക്കണതാ, അല്ലെങ്കിൽ ഒരു മുട്ട വറക്കണതാ, അല്ലെങ്കിൽ ഒരു മീൻ കറി വെക്കണതാ, മീൻ വറക്കണതൊക്കെയാണ് നമ്മൾ ഇടുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാകും. പിന്നെ ആണെങ്കിൽ എൻ്റെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് കുറവാണ്. ഇപ്പം നമ്മൾ വോയിസൊക്കെ കൊടുക്കുമ്പോൾ വലിയ ഇതൊന്നുമില്ല, എപ്പോഴും അത് ഇത്തിരി കുറവാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.